എനിക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലൈഫിലുണ്ട്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പണായി പറയുന്നതും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ലൈഫിലുണ്ട്. ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ പറയുന്നൊരു കാര്യമാണത്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി സില്ലി തിങ്സ് ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഷെയർ ചെയ്യും. ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കും, ഞാൻ സൊല്യൂഷൻസ് ചോദിച്ചു വാങ്ങുന്നൊക്കെ. ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. ഒരു ലൈനുണ്ട്. ആ ഒരു ലൈനിൻ്റെ അപ്പുറത്തോട്ട് കടക്കുമ്പോൾ സൂക്ഷിക്കണം. അത് മേ ബി ഞാൻ പറയുമ്പോൾ കുറേ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ട്രസ്റ്റ് മീ, ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ, ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യരുത്. സം തിങ്സ് ആർ മെന്റ് ടു ബി പ്രൈവറ്റ്. അത് ലൈക്ക് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഓപ്പൺ ബുക്ക് പോലെ ഒന്നും നമ്മൾ എല്ലാവരുടെ മുന്നിൽ നിൽക്കരുത്. പോട്ടെ, എല്ലാവരുടെ മുന്നിൽ നിന്നുള്ളൊരു കേസ് നമുക്ക് വിടാം. ബെസ്റ്റ് ഫ്രണ്ടിനോട് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് റിലീഫ് കിട്ടും. ഓഫ്കോഴ്സ്, ലൈക്ക് ചില ആളുകളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിലീഫ് കിട്ടും. ഒരാളോട് ഷെയർ ചെയ്താൽ നമ്മളെ പകുതി കാര്യങ്ങൾക്കും നമുക്കൊരു റിലീഫൊക്കെ കിട്ടും. ഒക്കെ ശരിയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റരുത്. ഞാൻ പറയില്ല, ഒരു ലൈനുണ്ട്. ആ ലൈനിൻ്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ പറയാം. ആ ലൈനിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളാണെന്നുള്ളൊരു ബോധം വേണം. ഇപ്പോൾ ലൈക്ക് ഞാൻ പറയട്ടെ, എനിക്ക് നല്ല ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുക, അഭിപ്രായങ്ങൾ പറയാൻ പോവുക, അവരുടെ ലൈഫിൽ എൻ്റെ തീരുമാനങ്ങൾ അവരെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ അങ്ങനെ നിൽക്കില്ല. എൻ്റെ ലൈഫിൻ്റെ ആ ഒരു സ്പേസിലേക്ക് അവരും വരുന്നില്ല. ലൈക്ക് ഞാൻ അവരുടെ ആ ഒരു സ്പേസിനെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ആ സ്പേസിനെ അവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിലാണ് പോകുന്നത്. ഇത് പറയുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഓക്കെ, എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെയാണ്, എല്ലാം ഓപ്പൺ ആണല്ലോ. ഓഫ്കോഴ്സ് ആയിക്കോട്ടെ, നല്ല കാര്യം. പക്ഷേ എല്ലാ ആളുകളും ഒരേപോലെ ആവില്ലല്ലോ. അതുപോലെ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ഇനിയിപ്പം ലൈക്ക് അങ്ങനത്തെ ഒരാളല്ലെങ്കിൽ പോലും ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രൈവസി കൊടുക്കണ്ടേ? നമ്മൾ എന്താ പറയുക, റിലേഷൻഷിപ്പിന് പ്രൈവസി കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഞങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ മൂന്നാമതൊരാളോട് പറയാൻ ചിലപ്പോൾ താല്പര്യപ്പെടില്ല. അതെന്താ, നമ്മളവിടെ പ്രൈവസി കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ലൈഫിൽ വരുന്ന ഫ്രണ്ടിനും പാർട്ട്ണർക്കുള്ള ആ ഒരു ഇതിനൊക്കെ നമ്മൾ പ്രൈവസി കൊടുക്കുന്നുണ്ട്. വൈ? എന്തുകൊണ്ട് നമുക്കൊരു പ്രൈവസി കൊടുക്കുന്നില്ല? എടാ, ലൈക്ക് നമുക്കൊരു സ്പേസ് വേണം, നമ്മളേത് മാത്രമായൊരു സ്പേസ്. ലൈക്ക് ആരും അറിയാതെ ചിരിക്കാനും ആരും അറിയാതെ കരയാനും അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സ്പേസ്, അതിൻ്റെ ഉള്ളിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ ഇപ്പം ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ ഒക്കെ ആയിക്കോട്ടെ, ഒരു പരിധിയിലപ്പുറമുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്, നമുക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആളോട് പോയിട്ട് ആ ആളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ കുത്തി ചോദിക്കാനും അവർക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ പോയിട്ട് ആ അഭിപ്രായം അവരെ കൊണ്ട് ഒരു തീരുമാനമാക്കി എടുപ്പിക്കാനൊന്നും നിൽക്കരുത്. ദയവ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല നമുക്കൊന്നും. എടാ, ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങളും ചില ആളുകൾക്ക് പറയാൻ തോന്നൂല. അത് അവർക്ക് കൊടുക്കുന്നൊരു പ്രൈവറ്റ് സ്പേസ് ആണ്. സോ അതിനെ ഇപ്പോൾ ഞാൻ അയാളുടെ നല്ലൊരു സുഹൃത്താണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അയാൾ എന്നോട് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനോ നാലാളോട് പോയി പരാതി പറയാനോ അല്ല, ഇതിനെ റെസ്പെക്ട് ചെയ്യാനാണ്. കാരണം നമുക്കും അങ്ങനത്തെ ഒരു സ്പേസ് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. എല്ലാ മനുഷ്യർക്കും ഞാൻ എപ്പോഴും എൻ്റെ ആളുകൾ, എനിക്ക് പരിചയമുള്ള ആളുകളോട്, എനിക്ക് പറയാൻ ഫ്രീഡം ഉള്ള ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കീപ്പ് ഇറ്റ് പ്രൈവറ്റ്. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ വെക്കണം. ഞാൻ പറഞ്ഞില്ല, ലൈക്ക് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാൻ അവരോട് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യത്തിന് ചോദിക്കാനോ അഭിപ്രായം പറയാനോ ഒന്നും പോവില്ല. എൻ്റെ കാര്യങ്ങൾ അവരോട് ഞാൻ പറയില്ല. ലൈക്ക് അവരെന്നോട് ചോദിക്കലുമില്ല. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ആളുകളായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേത് എൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഞാൻ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം മേ ബി അത് ചിലപ്പോൾ എനിക്കെന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. എനിക്കൊന്നും അതിൽ തീരെ താല്പര്യമില്ല. ഞാൻ എൻ്റേതായ ഒരു സ്പേസ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെയധികം ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന ഒരാളല്ല. മെയിൻലി എന്നെ അടുത്തറിയുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ചില ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒന്നും പറയലില്ല. അതൊരു തരത്തിൽ ശരി തന്നെയാണ്.
കാരണം ഞാൻ അങ്ങനെ ഒരു ഷെയറിങ് പേഴ്സൺ അല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യൽ വളരെ റെയറാണ്. വളരെ 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 റെയറായ ഒരു കാര്യമാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഒരാളോട് ഷെയർ ചെയ്യില്ല. കാരണം ഞാനത് ഒറ്റയ്ക്ക് യൂസ്ഡ് ആയി കഴിഞ്ഞ്, ലൈക്ക് എനിക്കത് മതി എന്നുള്ളൊരു തോട്ടിൽ ഞാനതിൽ ഓക്കെയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണം എന്നുള്ളൊരു അഭിപ്രായക്കാരനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കെന്താ, ഈ പറഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ കൂടുതലും എൻ്റെ ലൈഫിൽ ഉണ്ടാവലില്ല. കാരണം ഞാൻ പറയലില്ല. അപ്പം ആ ഒരു ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ വലിയൊരു സംഭവമാക്കിയിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ് വേണം. ലൈക്ക് നമ്മളെ തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ പോലും ഒരു ലിമിറ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വെക്കണം. അത് അയാളോട് നമ്മൾ അകൽച്ച കാണിക്കുന്നതുകൊണ്ടല്ല, നമുക്കൊരു വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. ഒരു പ്രൈവറ്റ് സ്പേസ് സത്യത്തിൽ നമുക്ക് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് എന്ത് വാല്യൂ കൊടുക്കുന്നത്? നമ്മളെക്കുറിച്ചുള്ള A to Z സില്ലി തിങ്സ് വരെ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടോ? ഓരോ റിലേഷൻഷിപ്പിനും നമ്മൾ ഒരു വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് പല റിലേഷൻഷിപ്പും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടെടുക്കുന്നത്. സത്യസന്ധമായ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതൊക്കെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടെടുക്കുന്നത്. അതുമല്ല, പ്രൈവസി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമാണ്. അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഫാമിലിയിൽ തീരണം. ഒരു വീടിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും സംസാരങ്ങളും അഭിപ്രായങ്ങളും തീരുമാനങ്ങളും അത് ആ വീടിൻ്റെ ഉള്ളിൽ മാത്രം. ഒരു കുടുംബത്തിൽ നടക്കുന്നത് ആ കുടുംബത്തിൽ. അതുപോലെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നടക്കുന്നത് ആ ഫ്രണ്ട് സർക്കിൾ, റിലേഷനിൽ നടക്കുന്നത് റിലേഷനിൽ. ഇങ്ങനെ ഓരോന്നിനും ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഓരോ മനുഷ്യൻക്കും ഒരു പ്രൈവറ്റ് സ്പേസ് വേണ്ടേ? ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എത്ര നല്ല സുഹൃത്തുക്കളായിക്കോട്ടെ അവരോട് അകൽച്ച വെക്കണമെന്നോ അല്ലെങ്കിൽ അവരെ മറച്ചു വെക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ സ്വയം നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മുടെ കൂടെയുള്ള ആളുകളോട് മറച്ചു വെക്കുകയാണ്, കള്ളം ചെയ്യണം എന്നൊരു തോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്കൊരു വാല്യൂ കൊടുക്കുന്നു, നമ്മൾ നമ്മുടേതായ ഒരു സ്പേസ് ബിൽഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ വീടിനെ മനോഹരമാക്കാൻ കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യും. അവിടെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ കുറേ ഡെക്കറേറ്റീവ്സ് ഒക്കെ വാങ്ങി വെക്കുക, ഗാർഡൻ സെറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിനെ അടിപൊളിയാക്കാൻ വേണ്ടി ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ സ്വയം ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ തിങ് ആണ് പ്രൈവറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. സോ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കരുത്. ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്രൈവറ്റ് സ്പേസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ല എന്ന്. ഡെഫിനറ്റ്ലി കുറേ നേരങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ.